പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ 86-ാം ഭാഗം അവതരിപ്പിക്കുകയാണ്. ഈ 86-ാം ഭാഗത്തിൽ 45-ാമത്തെ നക്ഷത്രഗണത്തെ അവതരിപ്പിക്കുന്നത്. നമ്മളിതുവരെ 44 ഗണങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന നക്ഷത്രഗണത്തിന്റെ പേര് ഗ്രീക്ക് ഭാഷയിൽ ലാസർട്ട എന്നാണ്. ഗ്രീക്ക് ഭാഷയിലാണ് അതിന്റെ പേരെങ്കിലും മലയാളത്തിൽ അതിന് പേര് കൊടുത്തിരിക്കുന്നത് ഗൗളി എന്നാണ്. ഈ ലാസർട്ട എന്ന പദം ഉണ്ടായത് ഗ്രീക്കിലെ മധ്യധരണ്യാഴി സമുദ്രത്തിന്റെ തീരങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം ഗൗളിയാണിത്. അതുകൊണ്ട് അവരങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പേ ഈ ഗണം ഉണ്ടോ? ഇല്ല, റെക്കോർഡിലൊന്നുമില്ല, രേഖയിലൊന്നുമില്ല. ബാബിലോണിയക്കാരുടെ കൂട്ടത്തിൽ ഈ ഗണം പെട്ടിട്ടില്ല. ഗ്രീക്കുകാരുടെ ടോളമിയുടെ 48 ഗണങ്ങളിലും പെട്ടിട്ടില്ല. പിന്നെ എപ്പോഴും വന്നു? 17-ാം നൂറ്റാണ്ടിൽ 1681 ജോഹന്നാസ് ഹവേലിയസ് എന്ന ഒരു വാനനിരീക്ഷകൻ ആണ് ഇതിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പലതരം പട്ടികകളുണ്ടല്ലോ. ജോഹാൻ ബെയർ മുതൽ ചാൾസ് മെസ്സിയർ വരെ പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലെ ആളുകൾ നക്ഷത്ര പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനക്കാരുണ്ട്, പിന്നെ ഇന്ത്യക്കാരുടെ പട്ടികയുണ്ട്, അതേപോലെ അറബികളുടെ ഗ്രേറ്റ് സ്റ്റാർ ഹെൽറ്റസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ചാൾസ് മെസ്സിയറുടെ 110 മെസ്സിയർ ഒബ്ജക്റ്റുകളുടെ പട്ടിക വേറെയുണ്ട്. നമ്മുടെ വില്യം ഹെർഷലിന്റെ സഹോദരി കരോലിൻ ഹെർഷൽ, അവർ ചിട്ടപ്പെടുത്തിയ ഒരു പട്ടികയുണ്ട്. പലരുടെയും പട്ടികകൾ ചേർത്തുകൊണ്ട് അവർ ഒരു പട്ടിക ഉണ്ടാക്കി. അതിന് പറഞ്ഞ NGC എന്നാണ്, ന്യൂ ജനറൽ കാറ്റലോഗ്. അങ്ങനെ ബ്രിട്ടനിലെ ഒരു പ്രസിദ്ധനായ അമേച്വർ വാന നിരീക്ഷകനുണ്ട്, പീറ്റർ മൂർ. BBC-യിലൂടെയൊക്കെ വളരെ പ്രസിദ്ധനായ ഒരു വാന നിരീക്ഷകനാണ് അയാൾ. അമേച്വറാണ്, ശാസ്ത്രജ്ഞനൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ശാസ്ത്രജ്ഞന്മാരെക്കാൾ കൂടുതൽ പ്രവർത്തനം ജ്യോതിശാസ്ത്രത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഏബൽ എന്ന് പറഞ്ഞ പട്ടിക ഉണ്ടാക്കി. അതൊന്നും കൂടാതെ എല്ലാ പട്ടികകളെയും സംയോജിപ്പിച്ചുകൊണ്ട് നക്ഷത്രങ്ങളെ, വൃന്ദങ്ങളെയല്ല, നക്ഷത്രങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികകൾ ഇന്ന് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അങ്ങനെ ഒരുപാട് പട്ടികകൾ, നക്ഷത്രങ്ങളുടെ അടങ്ങുന്ന പട്ടികകൾ ലോകത്തിൽ ഇന്നുണ്ട്. 1930-കളിലാണ് ഇതൊരു മാറ്റം വരുത്തിയത്. മാറ്റം എന്നാൽ സാധാരണ വാനനിരീക്ഷകർക്ക് ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നക്ഷത്രങ്ങളെ മൊത്തം 360 ഡിഗ്രി ആകാശത്ത് വരുന്ന ഈ നക്ഷത്രങ്ങളെ 88 ഗണങ്ങളായിട്ട് ഭാഗിച്ചു. ഈ 88 ഗണങ്ങളെ വേലി കെട്ടിത്തിരിക്കുക. അതിനകത്ത് ഈ ആകാശത്തിന്റെ എല്ലാ ഭാഗവും പെടുമല്ലോ. കാണപ്പെടുന്ന ഒരു നക്ഷത്രവും ഏതെങ്കിലും ഒരു ഗണത്തിലുണ്ടാവും. സാർ, ഒന്നും വിട്ടുപോയിട്ടില്ല എന്നർത്ഥം. ആഴത്തിലുള്ള ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളുടെ കാര്യമല്ല പറയുന്നത്. മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന 6.5 കാന്തിമാനം വരെയുള്ള നക്ഷത്രങ്ങളെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഒരു പട്ടികയാണ് അവസാനമായി 1930-കളിൽ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ ഒരു ബെൽജിയംകാരനായ ശാസ്ത്രജ്ഞനെ കൊണ്ട് കൃത്യമായി രേഖപ്പെടുത്തി ചിട്ടപ്പെടുത്തി വെച്ചു. അവയാണ് 88 എണ്ണം. അതിലൊന്നാണിത്. അപ്പോൾ ചെറിയതാണെങ്കിലും നമ്മൾ കൂട്ടത്തിൽപ്പെട്ട ഒന്നായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഇന്ന് ലാസർട്ടയെ പറ്റിയാണ് അവതരിപ്പിക്കുന്നത്. ലാസർട്ടയുടെ
പ്രാധാന്യം കാര്യമായിട്ടൊന്നുമില്ല. വളരെ കുറഞ്ഞ നക്ഷത്രങ്ങൾ 5 ആ 5 ഏതാണ്ട് കസ്യോപ്പയിലെ നക്ഷത്രങ്ങളെ കാണുന്ന പോലെ 5 ഒരു ഇംഗ്ലീഷ് അക്ഷരം ഡബ്ല്യൂയുടെ രൂപത്തിൽ ഇതിലും കാണാം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് പേര് കൊടുത്തു ലിറ്റിൽ കസ്യോപ്യ, ആളുകൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ. അതാണ് നമ്മുടെ ലാസട്ട അല്ലെങ്കിൽ ഗൗളി എന്ന നക്ഷത്രഗണം മലയാളത്തിൽ. ഇന്ന് അതാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ആകാശസ്ഥാനം കാണിച്ചുകൊണ്ട് നമ്മളെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറന്നിട്ടുണ്ട്. അതിനകത്ത് കാണാം ആഗസ്റ്റ് മാസങ്ങളിൽ ഏതാണ്ട് ഒരു 8 മണിയോടെ ഉദിക്കും. എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മാനത്തേക്കൊരു കിളിവാതിൽ ഭാഗം 86. നക്ഷത്രഗണത്തിന് ലാറ്റിൻ ഭാഷയിൽ ലാസട്ട എന്നാണ് പേര്. ഇത് 45ാമത്തെ നക്ഷത്രഗണമാണ്. മലയാളത്തിൽ ഗൗളി എന്ന് പറയും. ഉത്തര ഖഗോളത്തിലെ വളരെ മങ്ങിയ ഒരു ഗണമാണ് ലാറ്റിൻ ഭാഷയിൽ ലാസർട്ട അല്ലെങ്കിൽ മലയാളത്തിൽ ഗൗളി എന്നു പേരുള്ള ഈ ഗണം. 1687 ജൊഹന്നാസ് ഹവേലിയസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഇതിനെ ഒരു പൂർണ്ണ നക്ഷത്രഗണമായി കണക്കിലെടുത്തത്. അതിനു മുമ്പേ ഈ നക്ഷത്രഗണം ആകാശത്തില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഒരു നക്ഷത്ര ഗണമായി കണക്കാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രൂപമൊന്നും മുമ്പുള്ള പൗരാണികർ കണ്ടില്ല. ഗണങ്ങളൊക്കെ ആദ്യകാലത്ത് രൂപപ്പെടുത്തിയത് ബാബിലോണിയക്കാരായിരുന്നല്ലോ. പിന്നീടല്ലേ ഈ ഗണങ്ങളെയൊക്കെ ഗ്രീക്കുകാർ തനിയെ രൂപപ്പെടുത്തിയെടുത്ത് തങ്ങളുടെ കണക്കിൽ ചേർത്ത്. പിന്നെ 2-ാം നൂറ്റാണ്ടിൽ ടോളമി ആയിരുന്നല്ലോ ഇതിനെ ചിട്ടപ്പെടുത്തി 48 ഗണങ്ങളാക്കി തിരിച്ച് ആ 48 ഗണങ്ങളെ തൻ്റെ പ്രസിദ്ധമായ 13 വോളിയം പുസ്തകത്തിൽ എഴുതി ചേർത്തു. ഇതാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ നക്ഷത്ര ഗണങ്ങളുടെ തുടക്കം. പക്ഷേ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക നക്ഷത്ര ഗണങ്ങളെയും ബാബിലോണിയക്കാർ തന്നെയാണ് തിരിച്ചറിഞ്ഞത്. അവർക്കൊക്കെ ഓരോ രൂപം കൊടുക്കുകയും പേര് കൊടുക്കുകയും ഒക്കെ ചെയ്തത് അവർ തന്നെയാണ്. ചിലതിന് മാത്രമേ ഗ്രീക്കുകാരെ പോലെയും ഇന്ത്യക്കാരെ പോലെയും ചൈനക്കാരെയും പോലെയൊക്കെ അവരവരുടേതായ രീതിയിൽ രൂപങ്ങളാക്കി മാറ്റി പേര് കൊടുക്കുകയുണ്ടായത്. വളരെ വ്യക്തമായ തെളിവുകളുണ്ട് ഇതിന്. നമ്മളെ ഗ്രീക്കുകാർ അല്ലെങ്കിൽ ടോളമി അതും അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ബാബിലോണിയക്കാർ കണ്ടുപിടിച്ച നക്ഷത്രഗണങ്ങളുടെയൊക്കെ പേരുകൾ തന്നെ ചൈനക്കാരത് വേറെയായിരുന്നു. അവരാ ഗണങ്ങളൊക്കെ 2-3 ആയിട്ടൊക്കെ ഭാഗിച്ചിട്ടുണ്ട്. ചിലതിനെ അവർ കണക്കിലെടുത്തിട്ടേ ഇല്ല. വേറൊരു രസകരമായ കാര്യം, അവരുടെ ഗണങ്ങളൊക്കെ ഒട്ടുമിക്ക ഗണങ്ങളും അവരത് ഉത്തര ഖഗോളത്തിലെ ഗണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ, അവർ ചൈന ഏതാണ്ട് 25 ഡിഗ്രി അക്ഷാംശത്തിന് മേലെയുള്ള ഒരു രാജ്യമാണ്. അവർ ഭൂമധ്യരേഖ പ്രദേശത്തുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് അവർ പരിഗണിച്ചിട്ടേ ഇല്ല. അവർക്ക് യഥാർത്ഥത്തിൽ ചൈനയാണ് ഇന്നത്തെ അവരുടെ ലോകം. അതൊരു വലിയ കാർഷിക സാമ്രാജ്യമായിട്ടാണ് അതിനെ അവർ കണക്കാക്കിയിരുന്നത്. ആ കാർഷിക സാമ്രാജ്യത്തിന് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉത്തര ഖഗോളത്തിലെ നക്ഷത്രങ്ങളെ മുഴുവനും എണ്ണിപ്പെറുക്കി ഗണങ്ങളാക്കി തിരിക്കുകയാണ് ചെയ്തത്. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചത്, ശേഖരിച്ച് എഴുതി വെച്ച കൂട്ടർ ചൈനക്കാരാണ്. കാരണം അവരുടെ രാജാക്കന്മാർ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രതയോടെ ഉദ്യോഗസ്ഥന്മാരെ പോലും നിയമിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവർക്ക് വലിയ ശിക്ഷ കൊടുത്തിരുന്നു ആ കാലത്ത്.
അപ്പോൾ നമ്മളെക്കാളൊക്കെ അല്ലെങ്കിൽ അറബികളെക്കാളും ഒക്കെ ആദ്യകാലങ്ങളിൽ നിരീക്ഷണം തുടങ്ങിയതും കുറേയൊക്കെ രേഖപ്പെടുത്തി വെച്ചതും ചൈനക്കാരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ അറിയുന്ന 1054 കണ്ടുപിടിച്ച സൂപ്പർനോവ വിസ്ഫോടനം, അതൊക്കെ അവരുടെ മാത്രം രേഖകളിലുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഈ ചെറിയ ഗണം ഉത്തര ഖഗോളത്തിൽ വളരെ മങ്ങിയ ഒരു ചെറിയ ഗണമാണ്. ചിത്രത്തിൽ ഇടതുവശത്തായി പച്ച നിറത്തിൽ കാണാം വാലും ചുരുട്ടിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 4-5 നക്ഷത്രങ്ങളേ ഉള്ളൂ. ഈ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇംഗ്ലീഷ് ഭാഷയിലെ W എന്ന പോലെ ഇരിക്കണം. ഇതിനെ പലരും അക്കാലത്ത് കാണാൻ തുടങ്ങിയ കാലത്ത് തെറ്റിദ്ധരിച്ചിട്ടാണ് കസ്യോപ്യ എന്ന വലിയ പ്രധാനപ്പെട്ട ഒരു ഗണമുണ്ടല്ലോ ഉത്തര ഖഗോളത്തിൽ, അതാണോ എന്ന് സംശയിച്ചിട്ടാണ് അതിനെ അന്വേഷിച്ചത്. അപ്പോൾ ആ കാലത്തുണ്ടായ ഈ സംശയത്തെ ദൂരീകരിക്കാനായിട്ട് ഈ ലാസർട്ട എന്ന ഗണത്തിന് ലിറ്റിൽ കസ്യോപ്യ എന്നൊരു പേര് കൂടെ കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ഇനി നക്ഷത്രങ്ങളെ പറ്റി നോക്കിയാലോ, നക്ഷത്രങ്ങളും വളരെ കുറവാണ്, ചെറിയ ഗണമാണ്. ഇതിലെ ബീറ്റ ലാസർട്ട ഇവിടെ അമ്പടയാളം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് കാന്തിമാനം 4ആണ്. 4170 പ്രകാശവർഷം ദൂരത്തിലാണ്, ഒരു മഞ്ഞ ഭീമൻ. പിന്നെയുള്ളത് റോ 47 എന്ന മറ്റൊരു നക്ഷത്രമാണ്. അത് കൂട്ടമാണ്, ഒന്നൊന്നുമല്ല, കുറേ അധികം നക്ഷത്രങ്ങൾ ചേർന്ന ഒരു കൂട്ട നക്ഷത്രമാണ്. അതാണിത്, ഇവിടെ കാണാം ഈ കൂട്ടം. അതിൽ പല കാന്തിമാനങ്ങളിലുള്ള നക്ഷത്രങ്ങളുമുണ്ട്. 5.8 ഉണ്ട്, 9.8 ഉണ്ട്, 10.1 ഉണ്ട്, 9.4 ഉണ്ട്, 9.8 ഉണ്ട്. ഇതിങ്ങനെ കാന്തിമാനം കാണാത്ത നക്ഷത്രങ്ങളുടെ കാന്തിമാനം കണ്ടുപിടിച്ച് വെച്ചിട്ടേയില്ല. ഇവയിൽ കൂടാതെ മറ്റൊരു നക്ഷത്രം, അതൊരു ഇരട്ടയാണ്, 16402. അതിൻ്റെ ഒരു സവിശേഷത എന്താണെന്നാൽ ഇതിന് ചുറ്റും അസാധാരണമായ ഗുണങ്ങളുടെ ഒരു വ്യാഴ സമാന ഗ്രഹം ഭ്രമണം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് എക്സോ പ്ലാനറ്റുകളെ കണ്ടുപിടിക്കുന്ന കാലഘട്ടമായത്. അത്തരത്തിലുള്ള ഒരു എക്സോ പ്ലാനറ്റാണ് ഈ പറയുന്ന 16402 എന്ന ഇരട്ട നക്ഷത്രത്തിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാഴസമാന ഗ്രഹം. കണ്ടുപിടിക്കപ്പെട്ട ഒട്ടുമിക്ക സൗരയൂഥേതര ഗ്രഹങ്ങളിലും പ്രമുഖമായത് വ്യാഴസമാന ഗ്രഹങ്ങളാണ്. അങ്ങനെ പ്രമുഖമായ ഗ്രഹങ്ങളുടെയൊക്കെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോഴാണ് രസകരമായൊരു കാര്യം, ഈ വ്യാഴസമാന ഗ്രഹങ്ങളൊക്കെ തന്നെ നമ്മുടെ വ്യാഴത്തിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. സൗരയൂഥത്തിലെ ഗ്രഹം നമുക്കറിയാമല്ലോ, അതിനേക്കാൾ വളരെ ഭീമാകാരമുള്ള ഗ്രഹങ്ങളാണ് എക്സോ പ്ലാനറ്റുകളുടെ കൂടെ കണ്ടുപിടിച്ച ഗ്രഹങ്ങളൊക്കെ. അതിന് മറ്റൊരു സവിശേഷത, ഇതിന് സാന്ദ്രത വളരെ കുറവാണ്. നമ്മുടെ കോർക്ക് വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന കോർക്ക് പോലെയാണ്. അത്രയ്ക്ക് തീരെ സാന്ദ്രത കുറവായ ഈ ഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത് HATP1 എന്നാണ്. ഇവക്ക് പേരിടുന്നതിലും ഒരു സവിശേഷതയുണ്ട്. ഇത്തരം ഗ്രഹങ്ങളെ നേരത്തെ നാസയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ നിരീക്ഷണത്തിനായി വിട്ട പല ഉപകരണങ്ങളും ആകാശത്തുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കെപ്ലർ ടെലിസ്കോപ്പ്,
അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. എങ്കിലും പ്രധാനപ്പെട്ട ഒട്ടുമിക്ക സൗരയൂഥ ഗ്രഹങ്ങളെയും തിരിച്ചറിഞ്ഞതും കണ്ടുപിടിച്ചതും കെപ്ലറാണ്. പിന്നെ ഒന്ന് വാസ്പ് എന്ന് പറഞ്ഞ മറ്റൊരു സാറ്റലൈറ്റാണ്, ഉപഗ്രഹം. പിന്നത്തേത് HITP എന്ന മറ്റൊരു സാറ്റലൈറ്റാണ്. ആ സാറ്റലൈറ്റ് കണ്ടുപിടിച്ച ഗ്രഹമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രഹം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നക്ഷത്രം ആൽഫയാണ്. ഇതാണ് ആൽഫ ലാസർട്ട. ഒരു നീല മുഖ്യ ശ്രേണി നക്ഷത്രമാണ്. കാന്തിമാനം 3.8 ദൂരം 102 പ്രകാശവർഷമാണ്. വർഗം A15, ഇരട്ട നക്ഷത്രമാണ്. പിന്നത്തത് EV ലാസർട്ട എന്ന വളരെ വേഗതയിൽ ഭ്രമണം ചെയ്യുന്ന ഒരു ചുവപ്പുകൊള്ള നക്ഷത്രമാണ്. പലപ്പോഴും എന്തുകൊണ്ടാണ് ചില നക്ഷത്രങ്ങൾ വൻ വേഗതയിൽ ചുറ്റുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതിന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയ ഒരു കാര്യം അവയുടെ ശക്തമായ കാന്തിക ക്ഷേത്രം ഉള്ളതുകൊണ്ടാണെന്നാണ്. നക്ഷത്രത്തിൻ്റെ കാന്തിക ക്ഷേത്രത്തിന് ശക്തി കൂടുന്തോറും അവ ഭ്രമണം ചെയ്യുന്നത് വളരെ വലിയ വേഗതയിലായിരിക്കും. ഇതാണ് അതിന് കാരണം. നമ്മുടെ ഈ പറഞ്ഞ EV ലാസർട്ട അത്തരം ഒരു നക്ഷത്രമാണ്. പിന്നത്തേത് HD 215441 എന്ന നക്ഷത്രത്തിന് ചുറ്റും ചുറ്റുന്ന ബോബ്കോക്ക് മാഗ്നറ്റിക് നക്ഷത്രമാണ്. അതും സവിശേഷതയുള്ളതാണ്. ഈ ഗണം വളരെ ചെറുതാണെന്ന് പറഞ്ഞുവല്ലോ, അതുകൊണ്ട് തന്നെ വിദൂര വസ്തുക്കളും വളരെ കുറവാണ്. ഉള്ള ഒരു വിദൂര വസ്തു 7243 NGC, ന്യൂ ജനറൽ കാറ്റലോഗ് 7243. ന്യൂ ജനറൽ കാറ്റലോഗ് എന്ന പേര് വന്നത് കാര്യം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പേര് വന്നത് വില്യം ഹെർഷലിൻ്റെ സഹോദരിയാണ് ഈ പേര് കൊടുത്തത്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കാൾഡ്വെൽ 16. കാൾഡ്വെൽ 16 എന്ന നക്ഷത്ര കാറ്റലോഗ് ഉണ്ടാക്കിയത് ഒരു സാധാരണ ജ്യോതിശാസ്ത്രജ്ഞനൊന്നുമല്ല. അയാൾ ഒരു അമേച്വർ ജ്യോതിശാസ്ത്രജ്ഞനാണ്. നിങ്ങളെപ്പോലെ വാനനിരീക്ഷകർ പോലെയുള്ള മറ്റൊരു വാനനിരീക്ഷകനായ ഒരു അമേച്വർ വാനനിരീക്ഷകനാണ്. ഇംഗ്ലണ്ടുകാരനായ അമേച്വർ വാനനിരീക്ഷകനാണ് കാൾഡ്വെൽ എന്ന കാറ്റലോഗ് ഉണ്ടാക്കിയത്. അതിലെ 16ാമത്തെ നമ്പറാണ് ഈ വൃന്ദത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ വൃന്ദം ഒരു തുറന്ന വൃന്ദമാണ്. തുറന്ന വൃന്ദം നമ്മൾ പലപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അടുത്തുള്ള തുറന്ന വൃന്ദമാണല്ലോ പ്ലൈഡാസ് അല്ലെങ്കിൽ കാർത്തിക എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടം. അതിൽ നമ്മൾ ഏതാണ്ട് ഒരു 7 നക്ഷത്രങ്ങളെ നന്നായിട്ട് കാണാൻ കഴിയൂ. ബാക്കി ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഇവിടെ വലതുവശത്തെ ചിത്രത്തിൽ കാണാം. ആ കാണുന്ന മുഴുവൻ നക്ഷത്രങ്ങളും ഈ തുറന്ന വൃന്ദത്തിൽ അടങ്ങിയതല്ല, തെറ്റിദ്ധരിക്കണ്ട. അതിൽ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രങ്ങൾ മാത്രമേ ഈ തുറന്ന വൃന്ദത്തിലുള്ളൂ. ഇങ്ങനെയുള്ളവ വലിയ നക്ഷത്രങ്ങൾ. ഇത് ആൽഫ ലാസർട്ടയുടെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദൂരം ഏതാണ്ട് 2864 പ്രകാശവർഷമാണ്. റോബർട്ട് ടെംപ്ലർ എന്ന ഒരാൾ ഈ തുറന്ന വൃന്ദങ്ങളൊക്കെ വർഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വർഗീകരണം നടത്തിയപ്പോൾ അതിൽ റോമൻ അക്കം 2 ZM എന്ന വർഗത്തിൽപ്പെട്ടതാണിത്. അദ്ദേഹം 3 വരെ വർഗീകരിച്ചിട്ടുള്ളൂ. 1930 അദ്ദേഹം അത് ചെയ്തത്. അതിലടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വർഗീകരണം അദ്ദേഹം ചെയ്തത്. 2003 പഠനമനുസരിച്ച് എടുത്ത് കാണുന്ന ചിത്രം അത് തന്നെയാണ്.
348 മുതൽ 522 വരെ സൗരഭാരവും 15.5 കാന്തിമാനം മുതൽ കൂടുതൽ കാന്തിമാനമുള്ള നക്ഷത്രങ്ങളുമാണ് അതിലുള്ളത്. 211 പ്രധാന നക്ഷത്രങ്ങളേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മുഴുവൻ നക്ഷത്രങ്ങളും അതല്ല. 37 ഗ്രഹണ ഇരട്ടകളാണ് അതിൽ. ഗ്രഹണ ഇരട്ടകളെന്നാൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഗ്രഹണം ചെയ്യുന്ന ഇരട്ടകൾ, അതായത് ഒരു നക്ഷത്രത്തിൻ്റെ ഭാരകേന്ദ്രത്തിന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉള്ള 2 നക്ഷത്രക്കൂട്ടത്തിനെയാണ് പറയുന്നത് ഗ്രഹണ ഇരട്ട, അല്ലെങ്കിൽ എക്ലിപ്സിംഗ് ബൈനറി സ്റ്റാർസ്. 26 സ്പന്ദിക്കുന്ന ചരങ്ങൾ ഇതിലുണ്ട്, പൾസേറ്റിംഗ് വാരിയബിൾസ്. പിന്നെയുള്ളത് ഒരു പ്രത്യേക വസ്തുവാണ്, അതിന് പറയുന്നത് ബിയൽ ലാസർട്ട. പല നക്ഷത്രങ്ങളിലും നമ്മൾ സാധാരണ കാണുന്ന നക്ഷത്രങ്ങൾ മാത്രമല്ല, ഇത് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചില ഗണങ്ങളിലെങ്കിലും സവിശേഷമായ പെരുമാറ്റ രീതിയുള്ള നക്ഷത്രങ്ങളും വസ്തുക്കളും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ബിയൽ ലാസർട്ട എന്നത് ഒരു ചരനക്ഷത്രമാണ് എന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല, അതൊരു ദീർഘവൃത്താകാര ഗാലക്സിയുടെ കേന്ദ്രമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഇതാണ് ആ വസ്തു ബിയൽ ലാസർട്ട. അതിൻ്റെ മധ്യത്തിൽ ഒരു പച്ച നിറത്തിൽ കണ്ടില്ലേ ഒന്ന്, ഇതാ ഗാലക്സിയുടെ ന്യൂക്ലിയസാണ്. അത്തരം ന്യൂക്ലിയസുകൾക്ക് AG എന്ന് പറയും, ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസ്. അതല്ലെങ്കിൽ ആ ഗാലക്സികളുടെ ഇത്തരം ന്യൂക്ലിയസ് പലപ്പോഴും അതിശക്തമായ പ്രകാശപ്രവാഹം പുറത്തുവിടുന്നത് കൊണ്ട് അവയെ ക്വാസാറുകൾ എന്ന് പോലും വിശേഷിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ കാന്തിമാനം 14 നിന്നും 17 മാറ്റം വന്നുകൊണ്ടിരിക്കും, ഏറിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു വസ്തുവാണിത്. നമുക്ക് ഈ നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ നക്ഷത്രഗണത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഗണത്തെ പുരാതന കാലത്ത് ആരും ഗണമായി കണക്കിലെടുത്തിരുന്നില്ല. പിന്നെ എപ്പം മുതലാണ് കണക്കിലെടുക്കപ്പെട്ടത്? 1687 നേരത്തെ പറഞ്ഞ പോലെ ജോനാസ് ഹവേലിയസ് ആണ് ഇതിനെ ഒരു നക്ഷത്രഗണമായി കണക്കുകൂട്ടിയത്. അതിനു മുമ്പത്തെ ജോഹാൻ ബെയറിൻ്റെ പട്ടികയിലോ അതല്ലെങ്കിൽ നമ്മുടെ ടൈക്കോ ബ്രാഹയുടെ പട്ടികയിലോ അതിനും മുമ്പത്തെ ടോളമിയുടെ പട്ടികയിലോ ഒന്നും തന്നെ ഇത് ഒരു നക്ഷത്രഗണമായിട്ട് ഇരുന്നിട്ടില്ല. അക്കാലത്ത് അതിന് കൊടുത്ത പേര് സ്റ്റെല്ലോ എന്നായിരുന്നു. എന്താ ഈ സ്റ്റെല്ലോ? മധ്യധരണ്യാഴിയുടെ തീരങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരം പല്ലി, അതാണ് സ്റ്റെല്ലോ. പല നക്ഷത്രങ്ങൾക്കും പേര് കൊടുത്ത് അങ്ങനെയല്ലല്ലോ. ഒട്ടുമിക്ക നക്ഷത്രങ്ങൾക്കും പേര് കൊടുത്തത്, ആകാശത്തെ ഗണങ്ങൾക്ക് പേര് കൊടുത്തത് ഗ്രീക്കിലോ അല്ലെങ്കിൽ റോമൻ പുരാണങ്ങളിലോ ഉള്ള ദേവതമാരുടെ പേരുകളാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും നദിയുടെയോ അല്ലെങ്കിൽ പാമ്പിൻ്റെയോ അതല്ലെങ്കിൽ ഭൂമിയിൽ കാണുന്ന ചില പക്ഷികളുടെയൊക്കെ പേരുകളാണ്. ഇവിടെയും അതുപോലെ ഈ പല്ലി മധ്യധരണ്യാഴിയുടെ സമുദ്രതീരങ്ങളിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ്. ഇനി നമുക്ക് ഈ ഗണത്തിൻ്റെ നക്ഷത്രസ്ഥാനം എവിടെയാണെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. എല്ലാ ആഗസ്റ്റ് മാസത്തിലും രാത്രി 8 മണിയോടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മുടെ ഈ നക്ഷത്രഗണം ഉദിക്കുക, ലാസർട്ട. ആ ഗണമാണിത്. സെഫിയസ് എന്ന മറ്റൊരു നക്ഷത്രഗണമുണ്ട് ഉത്തര ഖഗോളത്തിൽ. സിഗ്നസ് എന്ന വേറൊരു ഗണം, പിന്നെ ഒരു ഗണം പെഗസസ് ആണ്. ഈ 3 ഗണത്തിൻ്റെയും മധ്യത്തിലാണ് നമ്മുടെ ലാസർട്ട സ്ഥിതി ചെയ്യുന്നത്.
കസിയോപ്യ എന്ന നക്ഷത്രഗണത്തെപ്പറ്റി നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അത് ഇതിൻ്റെ മറ്റേതോ ഒരു ഭാഗത്താണുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ വാന നിരീക്ഷകർ കസിയോപ്യയെയും ഇതിനെയും മാറിപ്പോകാറുണ്ടെങ്കിലും അവർക്കറിയാം ഇത് വളരെ ചെറിയൊരു ഗണമാണ്. കസിയോപ്യ ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ഗണമാണ്. ഇതിൻ്റെ ആകാശസ്ഥാനം കാണിക്കാനാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ ലാസർട്ട അല്ലെങ്കിൽ സ്റ്റെല്ല എന്നു പേരുള്ള മധ്യധരണ്യാഴിയുടെ തീരങ്ങളിലുള്ള ഗൗളി. ഇതിനെയാണ് ലാസർട്ട എന്ന പേര് കൊടുത്ത് വിളിക്കുന്നത്. വിദൂര വസ്തുക്കളെ ഈ ഗണത്തിലുണ്ട്. 1-2 വിദൂര വസ്തുക്കളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നൊരു വൃന്ദമാണ്, മറ്റൊന്ന് ഒരു ദീർഘവൃത്താകാര ഗാലക്സിയാണ്. ഇത് രണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവയെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ കൂടെ കാണാൻ പ്രയാസകരമാണ്.